ഓക്കെ, നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് റീസണിങ്ങിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കൗണ്ടിങ് ഫിഗേഴ്സ്. സോ ഈ ഒരു റീസണിങ് പൊതുവേ നമുക്ക് QA വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം സിമ്പിളായ സാധനമാണ്. ആൻഡ് റീസണിങ്ങിൽ വളരെ കുറച്ച് ടോപ്പിക്സിൽ മാത്രമേ കുറച്ച് കാൽക്കുലേഷനോ അല്ലെങ്കിൽ ഇക്വേഷൻ പോലുള്ള കാര്യങ്ങളുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് അത്യാവശ്യം കണ്ട് കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഈ പറയുന്ന കൗണ്ടിങ് ഫിഗേഴ്സ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വഴി മുന്നോട്ട് പോകാം. ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഈസി ട്രിക്സും കാര്യങ്ങളും പറഞ്ഞു പോവാം. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് ഉണ്ടാവുക: ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ഇൻ ദിസ് ഫിഗർ? ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഫിഗറിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ് ചോദ്യം. ശരി, ബേസിക്കലി വാട്ട് ഇസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ സ്ക്വയർ ആൻഡ് റെക്റ്റാങ്കിൾ? ഒരു സ്ക്വയറും അതുപോലെ തന്നെ ഒരു റെക്റ്റാങ്കിളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എല്ലാത്തിനും ആംഗിൾസ് ഒക്കെ 90 ഡിഗ്രിയാണ്. സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. പക്ഷെ റെക്റ്റാങ്കിളോ രണ്ട് സൈഡ് അല്ലേ, രണ്ട് സൈഡ്സ് മാത്രമായിരിക്കും എന്തുണ്ടാവുക? ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. എയും എയും ബിയും ബിയും. പക്ഷെ എല്ലാം എന്താണ്? 90 ഡിഗ്രിയാണ് കേട്ടോ. ആംഗിളൊക്കെ 90 ഡിഗ്രിയാണ്. സോ എല്ലാ സ്ക്വയേഴ്സും ഒരു റെക്റ്റാങ്കിളാണ്, ബട്ട് എന്തല്ല, നേരെ തിരിച്ചല്ല. ശരി, ഇനി നിങ്ങളോട് ചോദിച്ചിരിക്കുന്നതാണ് ഈ ഒരു ഫിഗറിലെ സ്ക്വയേഴ്സിൻ്റെ എണ്ണമാണ്. സ്ക്വയേഴ്സിൻ്റെ എണ്ണമാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഈസിയാണ്, റൈറ്റ്? ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ഇതൊരു സ്ക്വയർ ആണ്, ഇത് വേറൊരു സ്ക്വയർ ആണ്, ഇത് വേറൊരു സ്ക്വയർ ആണ്. 4 സ്ക്വയർ കാണാം. നമ്മൾ ഈ കാണുന്ന വലിയ സ്ക്വയർ അല്ലേ, പുറത്തു കൂടി കാണുന്ന വലിയ സ്ക്വയർ എന്താണ്? അതും ഒരു സ്ക്വയർ ആണ്. ടോട്ടൽ എത്ര സ്ക്വയർ ഉണ്ട്? 5 സ്ക്വയേഴ്സ് ആണ് ഈ ഒരു ഫിഗറിലുള്ളത്. ലൈക്ക് ഈസി ക്വസ്റ്റ്യൻ ആണ് കമ്പാരിറ്റീവ്ലി. പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇതിലൊരു ക്ലാസ് അല്ലെങ്കിൽ ഇതിൽ പഠിക്കേണ്ട കാര്യം എന്താണ്? സോ ഈ ഒരു തന്ന ഫിഗർ കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞാൽ നമുക്കിതൊരു ചെയ്യുന്ന ബുദ്ധിമുട്ട് നല്ല രീതിയിൽ കൂടും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കൊണ്ട് അത് പറയാം. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി സ്ക്വയർ? സെയിം ക്വസ്റ്റ്യൻ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഹൗ മെനി സ്ക്വയേഴ്സ് ആൻഡ് റെക്റ്റാങ്കിൾസ് ആർ ഇൻ ദിസ് പിക്ചർ? ഇതിൽ സ്ക്വയേഴ്സും കാണണം, അതുപോലെ തന്നെ എന്തും കാണണം? റെക്റ്റാങ്കിളും കാണണം. നമ്മൾ എന്ത് കാണണം? സ്ക്വയേഴ്സ് കാണണം, പിന്നെ എന്തും കാണണം? റെക്റ്റാങ്കിളും കാണണം. സോ ഫസ്റ്റ് നമുക്ക് സ്ക്വയേഴ്സ് കാണാം. ശരി, നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എത്ര സ്ക്വയർ ഉള്ളത് എന്ത്? നമുക്ക് ബേസിക്കലി എണ്ണാം, കുറേയൊക്കെ എണ്ണാം. പക്ഷെ എന്നാലും ഒരു ടൈം എത്തുമ്പോൾ എന്ത് പറ്റും? എണ്ണം തെറ്റാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു ടൈപ്പ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമുക്ക് എന്തുണ്ട്? ചെറിയൊരു ട്രിക്ക് ഉണ്ട്. ട്രിക്ക് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന, കോമൺലി യൂസ് ചെയ്യുന്നൊരു ട്രിക്കാണ്. സോ ഇതിൽ നമ്മൾ റോ ആൻഡ് കോളം എന്ന് പറയും. ഇതിൻ്റെ റോയും കോളം, ഇതിൻ്റെ കോളംസ് എന്തൊക്കെയാണ്? ഇതുപോലെ വരുന്നതാണ് എന്ത്? റോസ് അല്ലേ, ഇങ്ങനെ ഉള്ളത് റോസും. ബാക്കി നേരെ കുത്തനെ വരുന്നതാണ് എന്ത്? കോളംസും ആണ്. ഇത് കോളംസും ആണല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ റോസിൻ്റെയും കോളത്തിൻ്റെയും ഒന്ന് നമ്പേഴ്സ് ഒന്ന് എഴുതാം. ഓക്കെ, ഇതിൻ്റെ കോളത്തിൻ്റെ നമ്പർ 1 2 3 4 അല്ലേ. അതേപോലെ റോസിൻ്റെ 1 2 3 4. സോ ഞാൻ എന്ത് എഴുതുന്നു? റോ ആൻഡ് കോളം ചുമ്മാ എഴുതുന്നു. സോ ഇനി സ്ക്വയേഴ്സ് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എത്രയാണ് ഇതിൽ ഏറ്റവും വലിയ? എത്ര റോസ് ഉണ്ട് ഇവിടെ? 4 റോ ഉണ്ട്. അതുപോലെ എത്ര കോളം ഉണ്ട്? 4 കോളം. സോ ഹയർ നമ്പർ റോയും കോളും ഞാൻ എഴുതി, രണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. 4 × 4 എത്രയാടാ? 16 ആണ്. 4ന്റെ സ്ക്വയർ എന്താണ്? 16 ആണ്. ശരി, നെക്സ്റ്റ് തൊട്ട് താഴെ. ഇനിയിപ്പോൾ വൺസ് ഇത് എഴുതി കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഓരോ നമ്പറായി കുറച്ച് കൊണ്ടുവരണം താഴത്തേക്ക്. സോ 4 കഴിഞ്ഞ അടുത്ത നമ്പർ എന്താണ്? 3 ഉണ്ട്. 3 ഇവിടെ ഉണ്ടല്ലോ. 3 × ഇവിടെ കോളം 4 കഴിഞ്ഞാൽ പിന്നെ എന്താണ്? 3 ആണ്. നമുക്ക് എന്ത് കിട്ടും? 3 × 3 9 അല്ലേ. 3ന്റെ സ്ക്വയർ എന്താണ്? 9 ആണ്. സോ 3 കഴിഞ്ഞ് നമുക്കറിയാം 2 ഉണ്ട്. 2 × ഇവിടെയും 2 ആണ്. സോ എന്ത് കിട്ടും? നമുക്ക് 4 എന്ന് കിട്ടും. ആൻഡ് ദെൻ 1 ആണ്. 1 × 1 ആണ് എന്ത്? 1. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? കിട്ടിയ നമ്പർ എല്ലാം കൂടെ ആഡ് ചെയ്യാം. സോ 9 + 1 10 ആണ്. 16 + 4 എന്താണ്? 20 ആണ്. 10 + 20 30 ആണ്. സോ ഇവിടെ എത്രയുണ്ട്? ഇവിടെ 30 നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഉണ്ട്. സോ ഇത് എണ്ണിക്കഴിഞ്ഞ് നമുക്ക് ലിറ്ററലി നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ തെറ്റാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. റോ ആൻഡ് കോളം നമ്മൾ എണ്ണുന്നു, അതിൻ്റെ ഹയർ നമ്പേഴ്സ് എഴുതുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു, പിന്നെ ഓരോന്നോരോന്ന് കുറച്ച് വരുന്നു. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴാണോ ഏതെങ്കിലും റോയിലോ കോളത്തിലോ 1 എന്നുള്ള നമ്പർ വരികയാണെങ്കിൽ പിന്നെ താഴത്തെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ അത് കാണിച്ചു തരാം. സോ ഇവിടെ സ്ക്വയേഴ്സിൻ്റെ നമ്പർ നമുക്ക് എന്ത് കിട്ടി? 30 കിട്ടി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ തന്നെ നമ്മൾ റെക്റ്റാങ്കിളുടെ എണ്ണവും കാണണം. നിങ്ങളുടെ ഗസ് എന്താണ്? സ്ക്വയേഴ്സിനെക്കാട്ടും കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ റെക്റ്റാങ്കിൾ? നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. എന്താണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്? ഇനി റെക്റ്റാങ്കിൾ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? Again number of columns 1 2 3 4 and number of rows 1 2 3 4 അല്ലെ. 4 ആണുള്ളത്. നമ്മൾ റോയിൻ്റെയും കോളത്തിൻ്റെയും എണ്ണം എടുത്തു. അത് തന്നെയാണ് ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യം. ആൻഡ് റോ എന്നും കോളം എന്നും ഞാൻ എഴുതി. നേരെ നമ്മൾ ഓരോ നമ്പറും ഇൻഡിവിജ്വലി മൾട്ടിപ്ലൈ ചെയ്തായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്?
റോയിലെ ഏറ്റവും ഹയർ നമ്പർ ഓഫ് റോ എന്താണ്? 4 ആണ് അല്ലേ? 4 ആണ് ഏറ്റവും കൂടുതലുള്ള റോ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ 4 ശേഷം താഴത്തേക്കുള്ള എല്ലാ നമ്പേഴ്സും ഞാൻ ഇതിനോട് ആഡ് ചെയ്യുന്നു. 4 പ്ലസ് 4 എന്ത് വരും? 3 വരും, പ്ലസ് 2 വരും, പ്ലസ് 1 വരും. 0 ആഡ് ചെയ്യണ്ടല്ലോ, വേണ്ട. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്രയാ? 10 ആണ് വരിക. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ കോളത്തിന്റെ ഹയർ നമ്പർ എത്രയായിരുന്നു? 4 കോളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നില്ലേ മാക്സിമം. അതിന് താഴത്തേക്കുള്ള എല്ലാ നമ്പറും ഞാൻ ആഡ് ചെയ്യുന്നു. പ്ലസ് 2 പ്ലസ് 1 നമുക്ക് എന്ത് കിട്ടും? എഗെയിൻ ഇവിടെയും 10 എന്ന് കിട്ടും. സോ റോയ്ക്ക് നമ്മൾ 10 എന്നും കിട്ടി, കോളത്തിന് 10 എന്നും കിട്ടി. നമ്മൾ എന്ത് ചെയ്യുന്നു? 10 × 10 ഈ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും? 100 കിട്ടും. ഈ ഒരു ഫിഗറിൽ 100 റെക്റ്റാങ്കിൾസ് ഉണ്ട്. കൗണ്ട് ചെയ്താൽ ഒരു കാരണവശാലും നമുക്ക് എന്ത് കിട്ടില്ല? ഈ 100 എന്നുള്ള രീതിയിലേക്ക് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റില്ല. സോ ഇതിൽ സ്ക്വയേഴ്സ് എത്ര ഉണ്ടായിരുന്നു? സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് 30 ഉണ്ടായിരുന്നു. റെക്റ്റാങ്കിൾസ് എത്രയുണ്ട്? 100 ഉണ്ട്. സോ ഇതാണ് നമ്മുടെ സ്ക്വയേഴ്സും റെക്റ്റാങ്കിൾസും കാണുന്ന രീതി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ ഇതുപോലൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ അഗെയിൻ സ്ക്വയേഴ്സ് എത്ര, റെക്റ്റാങ്കിൾസ് എത്ര. സോ ഞാൻ അതൊന്ന് സെപ്പറേറ്റ് ചെയ്യാണ്. സ്ക്വയേഴ്സ് ആൻഡ് റെക്റ്റാങ്കിൾസ്. ഓക്കെ, റെക്റ്റാങ്കിൾസ്. ശരി, നിങ്ങൾക്കറിയാം എന്താണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിന് നമ്പർ ചെയ്യണം അല്ലേ? എത്ര കോളം ഉണ്ട്? 1 2 3 നമ്പർ ഓഫ് കോളംസ് ഉണ്ട്. എത്ര റോസ് ഉണ്ട്? 1 2 3 4 5 6. സോ ഇത് 6 × 3 ആയിട്ടുള്ള ഒരു സ്ക്വയർ ബോക്സ് ആണല്ലോ. അപ്പം 6 നമ്പർ ഓഫ് റോസ് ഉണ്ട്, അതേപോലെ 3 നമ്പർ ഓഫ് കോളംസ് ഉണ്ട്. സ്ക്വയർ കാണാൻ നമ്മൾ ചെയ്യുന്നു, റോ എഴുതുന്നു, കോളം എഴുതുന്നു. റോയുടെ ഹയർ നമ്പർ എത്രയായിരുന്നു? റോസിലെ ഹയർ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് 6 ആണ്. അതുപോലെ കോളത്തിന്റെ ഹയർ നമ്പറോ 3 ആണല്ലേ? ഏറ്റവും 3 കോളം അല്ലേ ഇവിടെ ഉള്ളൂ. സോ നമ്മൾ 3 എന്ന് എഴുതുന്നു. 6 റോ ആണുള്ളത്, അപ്പൊ നമ്മൾ റോ 6 എന്ന് എഴുതുന്നു. 6 × 3 എത്രയാണ്? 6 3 എത്രയാണ്? 18 ആണ്. ഇനി നമ്മൾ അതിന് ഓരോന്ന് കുറച്ച് വരുന്നു. ശരി, 6 ന്ന് 1 കുറച്ചാൽ 5 ആണ്. 5 × ഇവിടുന്ന് 2 3 1 കുറയ്ക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. 5 × 2 10 കിട്ടി. നെക്സ്റ്റ് എന്താടാ? 5 ന്ന് 1 കുറച്ചാൽ 4 ആണ്. ഇൻറ്റു 2 ന്ന് 1 കുറച്ചാൽ 1 ആണ്. നമുക്ക് എന്ത് കിട്ടി? 4 എന്ന് കിട്ടി. ശരി, ഇനി എനിക്ക് 4 കുറച്ചാൽ എനിക്ക് 3 കിട്ടും. പക്ഷെ ഞാൻ 3 കിട്ടി. ആൻഡ് ഇൻറ്റു 1 കുറച്ചാൽ എത്രയാ? 0 ആണ്. 3 × 0 0 ആണ്. ഞാൻ എന്ത് നമ്പറിനോടും 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. സോ ഇങ്ങനെ ചെയ്ത് വരുമ്പം റോയിലോ കോളത്തിലോ എവിടെയെങ്കിലും 1 എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട? അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ട. അവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? നിർത്താം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. എത്രയാടാ കിട്ടുക? 10 20 30 32 അല്ലേ? 32 ആണ്. ഇവിടെ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? 32 ഇവിടെ എത്രയാണുള്ളത്? 32 സ്ക്വയേഴ്സ് ആണുള്ളത്. റെക്റ്റാങ്കിൾസ് കാണണം. സോ അഗെയിൻ ഗസ്, ഇവിടെ റെക്റ്റാങ്കിൾസ് എണ്ണം കൂടുതലായിരിക്കും കുറവായിരിക്കും? നമുക്ക് ചെയ്തു നോക്കാം അല്ലേ? സോ റോ കോളം. റോ എത്ര ഉണ്ടായിരുന്നു? റോ നിങ്ങൾക്ക് അറിയാം, ഇവിടെ 6 റോ ഉണ്ട് അല്ലേ? സോ ഞാൻ എല്ലാം കൂടെ കൂട്ടാണ്. താഴത്തുള്ള എല്ലാ നമ്പറും 6 + 5 + 4 + 3 + 2 + 1. 5 4 1 10. 10 5 15. 15 6 21. എനിക്ക് എന്ത് കിട്ടി? നമ്പർ ഓഫ് റോസിന്റെ ആ ഒരു സമ്മായിട്ട് എനിക്ക് എന്ത് കിട്ടി? 21 എന്ന് കിട്ടി. ഇനി കോളത്തിൽ നിങ്ങൾക്കറിയാം ഹയർ നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. 3 + 2 + 1 ആണ്. 3 + 2 + 1 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആഡ് ചെയ്യേണ്ടത്. അപ്പൊ 3 + 2 + 1 എത്രയാടാ? 6 ആണ് അല്ലേ? നിങ്ങൾക്കറിയാം എന്താണ്? 6 ആണ്. സോ ഞാൻ 6 ഇവിടെ എഴുതുന്നു. ഇനി നമ്മൾ എന്തായാലും ചെയ്യേണ്ടത്? റെക്ടാങ്കിൾ കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 21 × 6 നമ്മൾ എന്ത് ചെയ്യണം? 21 × 6 എത്രയാടാ? 126 ആണല്ലോ. 21 6 എത്ര കിട്ടുക? ഈ 21 × 6 ഒക്കെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് സിമ്പിൾ. ഇപ്പം ഞാൻ പെട്ടെന്ന് 21 × 6 എന്നുള്ളത് വേഗം എഴുതി. ഈ ഒരു കാര്യം ചോദിച്ചു, 21 × 6 എന്നുള്ള സാധനം 20 × 6 + 1 × 6 അല്ലേ? സോ 20 × 6 എത്രയാണ്? 120 ആണ്. 2 6 12 0 കൊടുത്താൽ മതി. 600 കൂടെ കൂട്ടി എന്ത് കിട്ടും? 126 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? സോ ഇവിടെ 126 റെക്റ്റാങ്കിൾസും ഉണ്ട്. എന്താണുള്ളത്? 126 റെക്റ്റാങ്കിൾസും ഉണ്ട്. 32 സ്ക്വയേഴ്സും ഉണ്ട്. ക്ലിയർ ആണല്ലോ? നമ്പേഴ്സ് കൂടി എന്ന് പറഞ്ഞ് നമുക്ക് സ്ക്വയറിന്റെ എണ്ണം കൂടണമെന്നില്ല. കാരണം എന്താ? ആ സ്ക്വയർ എന്നുള്ള ആ ഒരു ജോമെട്രി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമ്പേഴ്സ് ഈക്വലായി നമ്പേഴ്സ് കൂടിയാൽ മാത്രമേ സ്ക്വയറിന്റെ എണ്ണം കൂടുള്ളൂ. റെക്റ്റാങ്കിളിന്റെ എണ്ണത്തിന് കുഴപ്പമില്ല. റെക്റ്റാങ്കിളിന്റെ എണ്ണം എന്തായാലെങ്കിലും അത് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ സ്ക്വയറിന്റെ എണ്ണം കൂടണമെങ്കിൽ എന്ത് വേണം? ആ ഒരു മൊത്തം ഷേപ്പ് സ്ക്വയർ എന്നുള്ള രീതിയിൽ കൂടിക്കൊണ്ടിരിക്കണം.
ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ശരി, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ട്രയാങ്കിൾസ് ആണ് അല്ലേ. സ്ക്വയറിന്റെ ആ ഒരു രീതി നമ്മൾ പഠിച്ചു, സ്ക്വയർ ആൻഡ് റെക്ടാങ്കിൾ എന്നുള്ള രീതി നമ്മൾ പഠിച്ചു. ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്, ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ഇൻ ദിസ് ഫിഗർ. രണ്ട് ഫിഗർ ഉണ്ട് അല്ലേ. രണ്ട് ഫിഗർ എങ്ങനെ നമ്മൾ നോക്കാം. സോ ഈ ഫിഗർ നിങ്ങൾ കണ്ടാൽ, ഫസ്റ്റ് ഫിഗർ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു ട്രയാങ്കിൾ ഇവിടെ ഉണ്ട്, സെക്കൻഡ് ട്രയാങ്കിൾ ഇവിടെ ഉണ്ട്, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലാർജർ ട്രയാങ്കിൾ ഉണ്ട്. സോ ടോട്ടൽ 3 ആണ്. പക്ഷെ ഇതിലേക്ക് വരുമ്പോഴോ, ഇതിൽ വരുമ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായി വരും. ഈസിനെസ് മാറിക്കിട്ടും. അപ്പം ഈസിനെസ് മാറിക്കിട്ടുന്നല്ല, മാറിപ്പോകും. സോ ഇത് എക്സാം ഹാളിലാവുന്ന സമയത്ത് ആ ടെൻഷനും കൂടി ആകുമ്പോൾ നമ്മുടെ ആ കൗണ്ടിങ് എബിലിറ്റി നല്ല രീതിയിൽ നഷ്ടപ്പെടും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരോ ഫിഗറും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒരു മെത്തേഡ് പഠിച്ചു വെക്കുന്നത്. സോ എന്താണ് നമുക്ക് നോക്കാം. സോ ഇത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ നമ്മുടെ ട്രയാങ്കിൾ ഇവിടെ ഉണ്ട്. ആ ട്രയാങ്കിൾ ഇതിനാണ് ഞാൻ ബേസ് എന്ന് വിളിക്കുന്നത് അല്ലേ. ഞാനിപ്പോൾ മാർക്ക് ചെയ്തതിനാണ് ഓരോ ട്രയാങ്കിളിൻ്റെ ബേസ്. ഇതൊരു ട്രയാങ്കിൾ ആണല്ലോ, ഇതേപോലെ ഇതൊരു ട്രയാങ്കിൾ ആണല്ലോ. അങ്ങനെ നമ്മൾ വിസിബിൾ ആയ ട്രയാങ്കിൾ, ചെറിയ ചെറിയ ട്രയാങ്കിളിൻ്റെ ബേസ് ഞാൻ മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്യാല്ല, ഞാൻ അതിനെ നമ്പർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഇത് 1 ആണ്, ഇത് 2 ആണ്. അല്ലെ ട്രയാങ്കിൾസ് കാണാൻ പറ്റുന്ന, അല്ലെ ബേസിക്കലി എനിക്ക് വിസിബിൾ ആണ്, പെട്ടെന്ന് നോക്കി കാണുന്ന ട്രയാങ്കിൾസ് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ നമ്പർ ചെയ്യുന്നു. സോ എനിക്ക് 1, 2 ആണ് കിട്ടിയത്. സോ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് കിട്ടിയ നമ്പേഴ്സിനെ ഞാൻ ആഡ് ചെയ്യുന്നു. 1 + 2 എത്രയാടാ, 3. ഇവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ടാവും, 3 ട്രയാങ്കിൾസ് ഉണ്ടാവും. സോ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് കാണുന്ന ട്രയാങ്കിൾസ് അല്ലെ, എനിക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന ട്രയാങ്കിൾസ് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്പർ ചെയ്യുന്നു, അതിനെ ഞാൻ ആഡ് ചെയ്യുന്നു. ക്ലിയർ. അങ്ങനെയാണ്. അതേ രീതി ഇവിടെ നോക്കാലോ, ഈ രണ്ടാമത്തെ ഫിഗറിൽ നോക്കാലോ. ശരി, ഇവിടെ എന്തുണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട് അല്ലെ. 3 എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പം എൻ്റെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്രയായിരിക്കും, 1 + 2 + 3 ദാറ്റ് വിൽ ബി 6. ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്, 6 ട്രയാങ്കിൾസ് ഉണ്ട്. സിമ്പിൾ ആണ്, ഈസി ആണ്. ശരി, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് മുന്നേ പഠിച്ച ക്വസ്റ്റ്യൻ്റെ കുറച്ചും കൂടെ വലിയൊരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ട്രയാങ്കിൾ ഉള്ള ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യണം, നമ്മുടെ ബേസ് മാർക്ക് ചെയ്യണം. 1, 2, 3, 4, 5, 6. 6 ട്രയാങ്കിൾസ് ആണ് നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ട്രയാങ്കിൾസ് ആണ് എത്ര, 1 + 2 + 3 + 4 + 5 + 6 എത്ര കിട്ടും. ഓക്കെ, 5, 4, 1, 10, 10, 15, 15, 6, 21. ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ടാ, 21 ട്രയാങ്കിൾസ് ഉണ്ട്. ശരി, ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ മേ ബി നിങ്ങളോട് എന്ത് ചോദിക്കാം, ഞാൻ ഇതിനെ ഈ ഫിഗറിൽ ഒരു സാധനം കൂടെ ആഡ് ചെയ്യാൻ പോവാണ്. ഇതാ ഇവിടെ ഇങ്ങനെ ഒരു വര, വിച്ച് മീൻസ് ഇത് 2 ട്രയാങ്കിൾ എനിക്ക് മാറ്റാലോ. ഇപ്പൊ ഇവിടെ ട്രയാങ്കിൾസിന് എണ്ണം കൂടും. ഇപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതൊരു ബേസ് ആയിരുന്നു അല്ലെ, ഇതൊരു ബേസ് ആയിരുന്നു, ഇതെന്താണ്, സെക്കൻഡ് ബേസ് ആണ്, ഇതും വേറെ ബേസ് ആണ്. സോ പുതിയൊരു ബേസ് ഞാൻ വീണ്ടും നമ്പർ ചെയ്യണം. ഇതിന്റെ കണ്ടിന്യൂഷൻ അല്ല, ഓൾറെഡി ഉള്ള ബേസിന്റെ കണ്ടിന്യൂഷൻ അല്ല, പുതിയ ബേസ് ആകുമ്പോൾ വീണ്ടും ഞാൻ എന്ത് ചെയ്യണം, നമ്പർ ചെയ്യണം. വിച്ച് മീൻസ് 1, 2, 3, 4, 5, 6 അങ്ങനെയല്ലോ. ഇവിടെ എത്ര എണ്ണം ഉണ്ടാവും, ഇവിടെയും 21 ഉണ്ടാവും. ഇപ്പം നിലവിൽ ടോട്ടൽ ഫിഗറിൽ എത്രയാണ്, 42 എണ്ണം ഉണ്ട്. ഇനി ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ഫുള്ള് മാർക്ക് ചെയ്യാതെ പകുതിയിൽ നിന്ന് വീണ്ടും മാർക്ക് ചെയ്യും. അപ്പം നിങ്ങൾ നോക്ക്, ഇവിടെ ഫുള്ള് മാർക്ക് ചെയ്തില്ല, ബട്ട് എന്നാൽ കൂടി ഇത് എന്താണ്, ഇതൊരു ബേസ് ആണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഞാൻ ഫസ്റ്റ് തൊട്ട് നമ്പർ ചെയ്യണം. 1, 2, 3, 4. ഇവിടെ എന്ത് വരും, 4 + 3 + 2 + 1 ദാറ്റ് വിൽ ബി എത്രയുടെ വരിക, 10. ഇവിടെ എന്തുണ്ട്, ഇവിടെ മാത്രം 10 ഉണ്ട്. സോ നമ്മൾ ഓൾറെഡി ഉള്ള 42 + 10 50. ഇപ്പം നിലവിൽ എത്ര ഉണ്ട്, 52 ഫിഗേഴ്സ് ഉണ്ട്. മനസ്സിലായല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇത് നമ്പേഴ്സ് കൂടുമ്പോൾ നമുക്ക് എന്ത് പറ്റില്ല, നേരത്തെ ഈ കൗണ്ടിങ് ഫിഗേഴ്സിന്റെ പ്രശ്നം ഇതാണ്, എക്സാം ഹാളിൽ ഇരുന്ന് കൃത്യമായി കൗണ്ട് ചെയ്ത് എടുക്കുക എന്നുള്ളത് അത്രത്തോളം പോസിബിൾ ആയുള്ള ഒരു കാര്യമല്ല. ശരി, ശരി, വീണ്ടും ട്രയാങ്കിൾസ് ആണ്. അഗെയിൻ എന്താണ്, ട്രയാങ്കിൾസ് ആണ്. ഇതെങ്ങനെ ചെയ്യും, ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യാം. ശരി, ഈ രീതിയിലുള്ള ട്രയാങ്കിൾ, ഇത് അത്യാവശ്യം കുറച്ച് വലിയ ട്രയാങ്കിൾ ആണ്. ഇവൻ ഇത് എന്താണ്, ജസ്റ്റ് നമ്പർ ഓഫ് ട്രയാങ്കിൾ നമ്മൾ സെപ്പറേറ്റ്ലി നോക്കുമ്പോൾ കുറച്ചുള്ളെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന ട്രയാങ്കിൾസ് വളരെ എണ്ണം കൂടുതലാണ്. തെറ്റാൻ ഈസി ആയിട്ടുള്ളൊരു സാധനം. നമുക്ക് പെട്ടെന്ന് എന്ത് പറ്റും, മിസ്റ്റേക്ക് പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും, അതാണ് എൻ്റെ ഡൗട്ട്. ഇത് എങ്ങനെയാണ് ചെയ്യുക. പക്ഷേ ഇതിനൊരു പ്രോപ്പർ മെത്തേഡ് ഉണ്ട്, കൃത്യമായി ഇത് ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ കൂടെ ഞാനൊരു ഈസി ട്രിക്കും കൂടെ കാണിച്ചു തരാം. ഒബിയസ്ലി നമ്മൾ പഠിക്കുന്നത് ട്രിക്സ് ആണ്, എന്നാൽ കൂടെ ഇതിൻ്റെ പ്രോപ്പർ മെത്തേഡും ട്രിക്കും ഞാനൊന്ന് വേഗം കാണിച്ചു തരാം. ആദ്യം തന്നെ സ്ഥിരം ചെയ്യുന്ന പോലെ ഞാൻ ബേസ് മാർക്ക് ചെയ്യുന്നു. 1, 2, 3 ബേസ് ആണല്ലോ ഉള്ളത്. ശരി, ഈ 3 ബേസിനെ ഞാൻ ഓർഡറിൽ താഴത്തേക്ക് എഴുതുന്നു. 1, 2, 3. ഇനി ഈ നമ്പേഴ്സ് ലൈക്ക് 1 ഞാൻ നേരിട്ട് 1 ഈ സൈഡിലേക്ക് മാറ്റി വീണ്ടും 1 തന്നെ എഴുതുന്നു. ക്ലിയർ ആണല്ലോ, 1 ഞാൻ മാറ്റി ഇങ്ങോട്ട് എഴുതുന്നു.
ഇനി ആ ഒന്നും തൊട്ട് താഴെ രണ്ടും കൂടെ ഞാൻ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഒന്നും രണ്ടും കൂട്ടി എത്രയാടാ? 3. ക്ലിയർ ആണല്ലോ. ഞാൻ ഈ ഒന്നിനെ മാറ്റി എഴുതുന്നു. ഞാൻ ആ ഒന്നും തൊട്ട് താഴെ രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 3 കിട്ടി. ഇനി കിട്ടിയ 3ഉം തൊട്ട് താഴെ നമ്പറും ഞാൻ ആഡ് ചെയ്യുന്നു. 3 + 3 എത്രയാടാ? 3 + 3 നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. ഇപ്പൊ നമുക്ക് ഈ സൈഡിൽ അല്ലെ, ഈ ഒരു സൈഡിൽ കുറച്ച് നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. 1, 3, 6 ഇതെല്ലാം കൂടെ നമുക്ക് എന്ത് കിട്ടും? 10. സോ ഇവിടെ 10 ആണോ ആൻസർ? ഇവിടെ 10 ട്രയാങ്കിൾസ് ആണോ ഉള്ളത്? അല്ല. ഇവിടെ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല. നമ്മൾ എഗെയിൻ എന്ത് ചെയ്യണം? ഇതിൽ കുറച്ച് സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഈ ഒരു താഴത്ത് ഇപ്പം നമുക്ക് 1, 2, 3 അല്ലെ, ഈ രീതിയിലാണ് നമുക്ക് നമ്പർ കിട്ടിയത്. 1, 3, 6 എന്നുള്ള രീതിയിലാണ് നമുക്ക് നമ്പർ ആൻസറായി കിട്ടിയിട്ടുള്ളത്. തിരിച്ച് ഞാൻ അടിയത്തെ നമ്പർ ഞാൻ മുകളിലേക്ക് എടുക്കുന്നു. വിച്ച് മീൻസ് എനിക്ക് എന്ത് വേണം? ലാസ്റ്റ് നമ്പറായുള്ള 6 അത് ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് എടുക്കുക. എനിക്ക് ആ 6 വേണ്ട. മീൻസ് ഫസ്റ്റ് എടുക്കുന്ന നമ്പർ എനിക്ക് എടുക്കണ്ട. അങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് എടുക്കാൻ പോകണം. ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമ്പറായിട്ടുള്ള 6 എനിക്ക് വേണ്ട. സെക്കൻഡ് നമ്പർ എന്ത് വേണം? 3 എനിക്ക് എടുക്കണം. തേർഡ് നമ്പർ ആയിട്ടുള്ള 1 എനിക്ക് വേണ്ട. സോ അടിയിൽ നിന്നാണ് തുടങ്ങുക. ഫസ്റ്റ് നമ്പർ വേണ്ട, പിന്നെ വേണം, പിന്നെ വേണ്ട, അങ്ങനെ പോവാണ് ചെയ്യുക. ഓൾവേസ് അടിയിലുള്ള ഫസ്റ്റ് നമ്പർ എന്ത് വേണ്ട? നമുക്ക് വേണ്ട. ക്ലിയർ ആണല്ലോ. ശരി, ഞാൻ ടിക്ക് ഇട്ടത് ആടെയാണ്. 3നെ മാത്രമാണ്. ഇനി 3ഉം കൂടെ എനിക്ക് എന്ത് ചെയ്യപ്പെടണം? ഇതിലേക്ക് ആഡ് ചെയ്യപ്പെടണം. സോ 10 + 3 എത്രയാടാ? 13 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, എന്താണ്? 13 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ ഇവിടെ ആൻസർ എന്ത് വന്നു? 13 എന്ന് വന്നു. ക്ലിയർ ആണല്ലോ. ശരി, ഇതാണ് ഇതിന്റെ പ്രോപ്പർ മെത്തേഡ്. ഇനി ഇതിന് ചെറിയൊരു ഷോർട്ട് ട്രിക്ക് അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇത് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്കൊരു ഇക്വേഷൻ പഠിക്കാനുണ്ട്. ഈ രീതിയിലാണ് ഫിഗർ വരുന്നത് എങ്കിൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഈസ് ഈക്വൽ ടു n × n + 2 × 2n + 1 ഡിവൈഡഡ് ബൈ 8. ഓക്കെ, ഇതാണ് ഇക്വേഷൻ. n × n + 2 × 2n + 1 ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഇട്ടാൽ നമുക്ക് ആൻസർ കിട്ടും. ശരി, ഇനി ഇവിടെ n എന്താണ്? n = നമ്മുടെ ബേസിലുള്ള ട്രയാങ്കിൾസ്, നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആണ് ബേസ്. അതായത് എന്താണ്? 1, 2, 3. ഇവിടെ n എത്രയാണ്? 3 ആണ്. നമ്മുടെ ഇക്വേഷൻ ചെയ്ത് നോക്കിയാലോ. 3 × 3 + 2 × 2 × 3 + 1 by 8 ആണ്. വിച്ച് വിൽ ബി 3 × 5 × 2 × 3 6 6 + 1 7 by 8 ആണ് നമുക്ക് വരിക. സോ ഈ ഒരു കണക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ കിട്ടുക, ഇത് 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 105 കിട്ടും. 105 ഡിവൈഡഡ് ബൈ 8. നമ്മൾ ഡിവിസിബിലിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. 8ന്റെ ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? അവസാനത്തെ 3 നമ്പറും എന്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം? ഒന്നെങ്കിൽ 000 അല്ലെങ്കിൽ 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഒബിയസ്ലി ഇതെന്തല്ല? 8ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക 13.125 എന്നാണ്. ശരി, 13.125 ആണ്. ഇനി ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസറിലേക്ക് നിങ്ങൾ എത്തേണ്ട ഒറ്റ കാര്യമുള്ളൂ. എവിടെ നിന്നാണോ പോയിന്റ് വാല്യൂ വരുന്നത് അവിടെ വെച്ച് നിർത്തുക. വിച്ച് മീൻസ് ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ ഹോൾ നമ്പർ മാത്രം എടുത്താൽ മതി. ഇവിടുത്തെ ആൻസർ എന്താണ്? 13 ആണ്. അതിനുശേഷമുള്ള പോയിന്റ് വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? മൈൻഡ് ചെയ്യേണ്ട. എപ്പോഴാണോ ഡെസിമൽ ഇട്ട് കൊടുക്കേണ്ടത്, പോയിന്റ് വാല്യൂ ഇട്ട് കൊടുക്കേണ്ടത്, അവിടെ വെച്ച് നിർത്തുക. സോ നമ്മുടെ ആൻസർ എന്താണ് വരിക? 13 ആണ്. ചില കേസിൽ ഇതിന് ഹോൾ നമ്പർ തന്നെ ആൻസർ ആയിട്ട് വരും. എന്നാൽ ചില കേസിൽ എന്ത് സംഭവിക്കും? പോയിന്റ് വാല്യൂ അടക്കമുള്ള ആൻസർ വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഹോൾ നമ്പർ, ആ വലിയ നമ്മുടെ നമ്പർ മാത്രം എടുത്താൽ മതി. പോയിന്റ് ശേഷം നിങ്ങൾ ഡിവിഷനേ ചെയ്യേണ്ട, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സോ ഞാൻ 2 രീതിയിലും ഞാൻ ജസ്റ്റ് വേഗം ഒന്ന് ചെയ്യാം. ആദ്യം നമ്മുടെ നോർമൽ മെത്തേഡ്. ആദ്യം തന്നെ ബേസ് ഉണ്ടെന്ന് 1 2 3 4. നമ്മുടെ മെത്തേഡ് എങ്ങനെ? നമ്മൾ എഴുതുന്നു 1 2 3 4 എന്ന് എഴുതുന്നു. 1നെ വീണ്ടും മാറ്റി എഴുതുന്നു 1 1 + 2 3 ആകുന്നു അല്ലെ. 1 + 2 3 and 3 + 3 6 ആവുന്നു. 6 ആണല്ലോ. and 6 + 4 10 ആണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് എന്ത് വരും? 1ഉം 3ഉം 4 4ഉം 6ഉം 10 10ഉം 20. നമ്മുടെ ആൻസർ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാർട്ടിങ് ഫ്രം ദ ബോട്ടം അല്ലെ, താഴ്ന്ന് എന്ത് ചെയ്യണം? ഫസ്റ്റ് വേണ്ട, പിന്നെ വേണം, പിന്നെ വേണ്ട, പിന്നെ വേണം എന്നുള്ള അല്ലെ. യെസ് നോ യെസ് നോ യെസ് എന്നുള്ള രീതിയിൽ പോകണം. സോ ഞാൻ ടിക്ക് ഇട്ട ആരൊക്കെ ഉണ്ട്? 6 ഉണ്ട്, അതേപോലെ തന്നെ 1 ഉണ്ട്. ഇതിൻ്റെ കൂടെ ആരൊക്കെ കൂട്ടണം? ഈ ടിക്കറ്റ് ആൾക്കാരെ നമ്മുടെ ആൻസറിന്റെ കൂടെ കൂട്ടുക. അപ്പം എന്ത് കിട്ടും? നമുക്ക് 27 എന്ന് കിട്ടും. ഈ ഫിഗറിൽ എത്ര ട്രയാങ്കിൾസ് ആണുള്ളത്? 27 ട്രയാങ്കിൾസ് ആണുള്ളത്. ശരി, ഇനി നമ്മുടെ ഇക്വേഷൻ രീതി ഞാൻ ഇതിന്റെ സൈഡ് ബൈ സൈഡ് കാണിച്ചു തരാം. ഇക്വേഷൻ രീതി എന്തായിരുന്നു? ഇക്വേഷൻ n × n + 2 × 2n + 1 by 8 എന്നാണ്. n എത്രയാടാ? n നമ്മൾ 4 കിട്ടിയിട്ടുണ്ട്. 4 × 4 +
2 എന്ന് വെച്ചാൽ 6 വരും. ആൻഡ് 6 ഇൻറ്റു 4 2 8 8 പ്ലസ് 1 9 ബൈ 8 എന്നാണ് വരിക. സോ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ നിങ്ങൾക്ക് കിട്ടും. 4 ഇൻറ്റു 6 പ്ലസ് 4 ഇൻറ്റു 6 ഇൻറ്റു 9 എന്ന് പറയുന്നത് എത്രയാടാ? 216 എന്ന് കിട്ടും. 216 ബൈ 8 കൃത്യമായി പോകും 27 എന്നാണ് കിട്ടുക. സോ ഞാൻ പറഞ്ഞു നേരത്തെ എന്തുണ്ടായിരുന്നു? പോയിന്റ് വാല്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ പോയിന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഹോൾ നമ്പർ മാത്രം എടുത്താൽ മതി. ഇവിടെ എന്തില്ല? പോയിന്റ് വാല്യൂ ഇല്ല, വിച്ച് പ്രോപ്പർ ആൻസർ ആണ്. കണ്ടോ, രണ്ടും സെയിം ആണ്. ഇതാണ് ഈ ഒരു രീതിയിലുള്ള ഫിഗർ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ ആണല്ലോ. വേറെയും ഇക്വേഷൻസ് ഉണ്ട്, പക്ഷെ അതിന് ഹയർ നമ്പേഴ്സിലേക്ക് പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ സൈഡ് 6 7 8 ഒക്കെ ആകുമ്പം അതിൽ ചില മിസ്റ്റേക്കുകൾ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ 2 രീതി മാത്രം ഫോളോ ചെയ്യുന്നത്. ക്ലിയർ? ശരി, അടുത്ത ഒരു ഈസി ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? എന്താ ചോദിച്ചത്? ഇവിടെയും നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആണ്, ഇവിടെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ആണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. സോ ഒരു സ്ക്വയർ തരുന്നു, അതിൻ്റെ അകത്ത് ഡയഗണൽസ് വരയ്ക്കുന്നു, അതിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ചോദിക്കുന്നു. സിമ്പിൾ സാധനമാണ്, കണ്ടുപിടിക്കാൻ എത്രയേ ഉള്ളൂ. ഈ ഒരു ട്രയാങ്കിളിൽ ഞാൻ നേരത്തെ പോലെ എത്ര ബേസ് ഉണ്ടെന്ന് നോക്കൂ. ട്രയാങ്കിൾസിന് എത്ര ബേസ് ഉണ്ടെന്ന് നോക്കുന്നു. നിങ്ങൾക്കറിയാം ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇത് രണ്ടാമത്തെ ട്രയാങ്കിൾ ആണ്, ഇത് മൂന്നാമത്തെ ബേസ് ആണ്, ഇത് നാലാമത്തെ ബേസ് ആണ് അല്ലേ. ഇങ്ങനെ 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 ഇതല്ലേ വരുള്ളൂ. വേറെ ട്രയാങ്കിൾസ് നിങ്ങൾക്ക് ബേസ് കാണിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, സിംഗിൾ ബേസ് കാണിച്ചുകൊണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ വെക്കുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ ഹയർ നമ്പർ എത്രയാ? 4 ആണ് അല്ലേ. 4നെ ഞാൻ ഡബിൾ ചെയ്യുന്നു, 4 ഇൻറ്റു 2, ഇവിടെ 8 ട്രയാങ്കിൾസ് ഉണ്ടാകും. ഞാൻ വീണ്ടും പറയുന്നു, ബേസ് ഞാൻ മാർക്ക് ചെയ്യുന്നു, നമ്പർ ചെയ്യുന്നു, കിട്ടിയ ഹയർ നമ്പറിനെ ഇൻറ്റു 2 ചെയ്യുന്നു, അല്ലെങ്കിൽ ഡബിൾ ചെയ്യുന്നു. അതായിരിക്കും എന്ത്? എൻ്റെ ആൻസർ. നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 8 ആണ്. അതേപോലെ ഒരു ഫിഗർ ആണല്ലോ ഇത്. എഗെയിൻ ഞാൻ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് അല്ലെങ്കിൽ ബേസ് ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇവിടുന്ന് തുടങ്ങുകയാണ് 1 2 3 4 5 6 7 and 8. ഇവിടെ 8 ആണല്ലോ ഉള്ളത്. സോ ഞാൻ ഹയർ നമ്പർ ആയ 8ന്റെ ഡബിൾ 8 ഇൻറ്റു 2, ദാറ്റ് വുഡ് ബി എത്രയുടെ വരിക? 16. ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 16 ട്രയാങ്കിൾസ് ആണുള്ളത്. ക്ലിയർ ആണ്? വളരെ സിമ്പിൾ ആണ്. ഒന്നുമില്ല, കൗണ്ട് ചെയ്യുക, ഹയർ നമ്പർ കിട്ടുക, നമ്പറിനെ ഡബിൾ ചെയ്യുക. സിമ്പിൾ ആണ്, ഈസി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ 2 അല്ലേ, ഒരു സ്ക്വയറിൻ്റെ അകത്ത് വേറൊരു സ്ക്വയർ, അതിൻ്റെ അകത്താണ് നമ്മൾ ഈ കാണുന്ന ട്രയാങ്കിൾസ് ഒക്കെ വരച്ചിട്ടുള്ളത്. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ എന്താ നമ്മൾ ചെയ്യുക? എഗെയിൻ ബേസുകൾ നമ്പർ ചെയ്യുക, വേറെ ചെയ്യാനൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ചെറിയ സ്ക്വയറിൻ്റെ അകത്തുള്ള ട്രയാങ്കിൾസ് നമ്പർ ചെയ്യുന്നു. 1 2. എനിക്ക് എവിടുന്ന് വേണേൽ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ടോട്ടൽ നമ്പർ കിട്ടിയാൽ പോരെ. 6 7 8. ഇവിടെ എത്ര ഉണ്ട്? ചെറിയ സ്ക്വയറിൻ്റെ അകത്ത് എത്ര ഉണ്ട്? 8 ട്രയാങ്കിൾ ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? 8 ഇൻറ്റു 2 എനിക്ക് എന്ത് കിട്ടുന്നു? 16 എന്ന് കിട്ടുന്നു. ഇനി ഒരു വലിയ സ്ക്വയർ ഇല്ലേ, വലിയ സ്ക്വയറിൻ്റെ അകത്തും നിങ്ങൾ നോക്കി, ഇതൊരു ട്രയാങ്കിൾ ആയിരിക്കില്ലേ. ഓക്കെ, ഇത് കാണുന്ന ഒരു ട്രയാങ്കിൾ ആണ്. സോ എനിക്ക് എന്ത് ചെയ്യാം? നമ്പർ ചെയ്യാം. ഞാൻ ഇതിനെ 1 നമ്പർ ചെയ്യുന്നു, 2 3 4 5 6 7 8. കാരണം പുതിയൊരു ബേസ് ആയതുകൊണ്ട് സ്റ്റാർട്ടിങ് ഫ്രം 1 തന്നെ ചെയ്യണം. ഒരിക്കലും നേരത്തെ ചെയ്ത നമ്പറിന്റെ കണ്ടിന്യൂഷൻ ചെയ്യാൻ പാടില്ല. സോ ഹയർ ട്രയാങ്കിൾ അല്ലെ വലിയ സ്ക്വയറിന് നമുക്ക് എന്ത് കിട്ടി? എഗെയിൻ 8 ട്രയാങ്കിൾസ് ഉണ്ടെന്ന് മനസ്സിലായി. 8 ഇൻറ്റു 2, അവിടെ എന്ത് കിട്ടും? 16 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 16 പ്ലസ് 16 32. ഇവിടെ എത്ര ട്രയാങ്കിൾ ആണ് ഉള്ളത്? 32 ട്രയാങ്കിൾസ് ആണുള്ളത്. ക്ലിയർ ആണല്ലോ? ശരി, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശരി, സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ജസ്റ്റ് പൊതുവെ കണ്ടുവരാറുള്ള ഈസിയായ ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ, ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അതിനിടയിൽ ഉള്ളിൽ ചെറിയൊരു ട്രയാങ്കിൾ ഇൻവേർട്ടഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ആണല്ലോ. ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യും? ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് ട്രയാങ്കിളിന്റെ അകത്ത് ട്രയാങ്കിൾ വരിക എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഉള്ളിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട് നോക്കണം. ഈ വലിയ പുറത്തുള്ളതിനെ വിട്ടേക്കുക, ഉള്ളിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട് നോക്കുക. ഒറ്റ ട്രയാങ്കിൾ അല്ലേ ഉള്ളൂ. സോ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ 4, ഓരോ ട്രയാങ്കിളിനും 4 ആണ്. പ്ലസ് അതിൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുക. ഈ പുറത്തുള്ള ട്രയാങ്കിളിൻ്റെ 1 കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 5 എന്ന് വരും. ഓക്കെ, ഉള്ളിൽ എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. ഇവിടെ എത്രയാണ്? ഫസ്റ്റ് ഫിഗറിൽ ഒറ്റ ട്രയാങ്കിൾ മാത്രമേ ഉള്ളിലുള്ളൂ. സോ ഉള്ളിലുള്ള ട്രയാങ്കിൾസിന് നമ്മൾ കൊടുക്കുന്ന മാർക്ക് അല്ലെങ്കിൽ പോയിന്റ് 4 ആണ്. ആൻഡ് 4 ഇൻറ്റു നമ്മുടെ പുറത്തുള്ള ട്രയാങ്കിളിനുള്ള 1, സോറി ഇൻറ്റു അല്ല പ്ലസ് 1, 5 എണ്ണം വരും. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഫിഗർ നോക്കിയാലോ. സെക്കൻഡ് ഫിഗറിൽ നിങ്ങൾക്കറിയാം ഉള്ളിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? ലൈക്ക് 2 ട്രയാങ്കിൾ ആണ്. ഈ ട്രയാങ്കിൾ ഉണ്ട്, അതിനുശേഷം പ്രോപ്പറായി ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ ഓരോ ഉള്ളിലുള്ള ട്രയാങ്കിളിനും 4 ആണ്. 4 ഈ ഉള്ളിലുള്ള ട്രയാങ്കിൾ ഞാൻ 4 കൊടുത്തു. പ്ലസ് അതിൻ്റെ ഉള്ളിലുള്ള ട്രയാങ്കിൾ ഞാൻ എന്ത് കൊടുക്കുന്നു? വേറൊരു 4. ഉള്ളിലുള്ള എല്ലാ ട്രയാങ്കിൾസിനും 4 ആണ്. പ്ലസ് ഈ ഔട്ടർ ട്രയാങ്കിളിന് 1. സോ നമുക്ക് എന്ത് വരും? 8 + 1 9 ട്രയാങ്കിൾസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഈ കൗണ്ടിങ് ഫിഗേഴ്സ് എന്നുള്ള സാധനത്തിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. സോ
എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത് വളരെ സിമ്പിളാണ്. ബട്ട് എന്താണ്, നമ്മുടെ എക്സാം ഹാളിൽ നമുക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെറിയ ചെറിയ ട്രിക്സ് യൂസ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.